പേടിയുണ്ടോ? എനിക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈസ്റ്റർ വിശേഷങ്ങളുമായി മലയാളികളുടെ പ്രിയ താരം മെറീന മൈക്കിൾ എത്തുന്നു. മെറീന മൈക്കിളിന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്ന മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. ഇത് എഴുതിയ ഭയങ്കര സംഭവം. അതെങ്ങനെ പേടിക്കണ്ട. എന്റെ ദൈവമേ, ഇന്ന് എന്റെ കൂടെ ഉള്ളത് ദ വെരി ലവ്ലി ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് മെറീന മൈക്കിൾ ആൻഡ് ഓൾസോ മെന്റലിസ്റ്റ് രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ഫാസിൽ ബഷീർ. രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. താങ്ക് യു. യെസ്, ഹാപ്പി ഈസ്റ്റർ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പം ഈസ്റ്റർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ടോക്ക് ഷോ ആയിട്ടല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള മെന്റലിസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. പേടിയുണ്ടോ? ഇല്ല, പേടിയൊന്നുമില്ല. ഉള്ളിലുള്ള പല രഹസ്യങ്ങളും പുറത്തു വരുന്നുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ? സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം രഹസ്യങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നൊരു ടെൻഷനാണ് എനിക്ക് ആക്ച്വലി. അപ്പം ഒരു ചെറിയ ട്രിക്സിന് നമുക്കൊന്ന് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ചാനലിൽ എയർ ചെയ്യുന്നതോടൊപ്പം തന്നെ യൂട്യൂബിലും വരുമല്ലോ. അപ്പൊ യൂട്യൂബിൽ കൂടുതലും ഇപ്പൊ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടല്ലോ ഇതേ രീതിയിലുള്ള ഒരു നായികനെ കിട്ടിക്കഴിഞ്ഞാൽ. അതെ പഴയ കാമുകന്മാരുടെ പേരോ അങ്ങനെ ഒരാളുള്ളൂ എന്ന് ഉറപ്പാണോ? അങ്ങനെയാണോ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്? ഇല്ല, എനിക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് അതെ സ്വാഭാവികം. അതെ. അപ്പൊ മെന്റലിസം ആദ്യം തന്നെ വർക്ക്ഔട്ട് ആയില്ലേ? അല്ല, നമുക്ക് ഒരു രസകരമായിരുന്നില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉറപ്പായിട്ടും ആളുകൾക്ക് ചിലപ്പോ ഒരു പ്രേമം വർക്ക്ഔട്ട് ആവില്ല, അടുത്ത പ്രേമം പ്രേമിക്കാലോ അല്ലേ? ഞാൻ പിന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏഞ്ചലിന്റെ അഭിപ്രായം എന്താണ്? അതൊക്കെ തന്നെ അല്ലേ? ഒരെണ്ണം ഭയങ്കര അബ്യൂസീവ് ആകുമ്പോ അത് ബ്രേക്കപ്പ് ആയിട്ട് അടുത്തേക്ക് പോയിട്ടില്ല. അല്ല, പക്ഷെ എന്നാലും ഞാൻ മെന്റലിസ്റ്റ് അല്ല, സൈക്കോളജിസ്റ്റ്. അപ്പൊ നമുക്ക് എന്താ പ്രണയത്തിന് തുടങ്ങാൻ തീരുമാനിച്ചല്ലോ? ഓക്കെ അല്ലേ? നമ്മൾ മുൻപും സ്റ്റേജിലും ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു എഫക്റ്റ് തന്നെയാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് സബ്ജക്റ്റ് ഇതായതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. മറീനയ്ക്ക് ഞാനൊരു ഇവിടെ പേപ്പർ ഉണ്ട്, ഒരു മാർക്കർ പെന്ന് തരാണ്. മറീന ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമയിലുണ്ടല്ലോ ഒരുപാട് നായക നടന്മാരുണ്ടല്ലോ, അതിൽ ഒരു സെലിബ്രിറ്റി ക്രഷ് തോന്നിയിരിക്കുന്ന ഒരാളൊന്ന് മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചോ? പറയണ്ട. പെട്ടെന്ന് മനസ്സിൽ വന്ന ആരെങ്കിലും ഒരാളൊന്ന് മനസ്സിൽ വിചാരിച്ചോ? ഇപ്പൊ മനസ്സിലുണ്ടല്ലോ, ആ വ്യക്തിയുടെ പേര് മനസ്സിലുണ്ട്. ഓക്കെ, ഒരു 4-5 നായകന്മാരുടെ പേര് ഇതിൽ എഴുതാം. ആ ഒരു 5-6 എഴുതിക്കോ. അതിൽ ഈ ഇപ്പൊ മനസ്സിൽ വിചാരിച്ച പേര് കൂടെ അതിൽ വേണം. അത് എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്താ പറയാ, ഒരു എക്സ്പ്രഷൻ കൊടുക്കുക അങ്ങനൊന്നും വേണ്ട, ഞാൻ നോക്കുന്നില്ല. ടോട്ടൽ ഒരു 6 പേര് എഴുതിക്കോ. 6 പേരുടെ പേര് എഴുതാം. അതിൽ ഈ ഒരു പേരും ഉണ്ടായിരുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് എഴുതിക്കോളൂ. നോക്കില്ലല്ലോ. അല്ല, ഞാനിപ്പോ കണ്ടെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അത് ആരാന്നുള്ളത് മറീനക്കല്ലേ അറിയുള്ളൂ. രണ്ടാമത്തെ ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. 3. ഇനി 3 പേരും കൂടെ. 3 പേരും കൂടെയാണോ വേണ്ടത്? ഇല്ല, ഇനി 2 പേരും കൂടെ. മൊത്തം 6 പേരായില്ലേ? 4, 2 പേരും കൂടെ. അല്ല, ഒരാൾ ക്രഷ് ആയിരിക്കും കേട്ടോ. ഓക്കെ. ഞാൻ ആക്ച്വലി പരിചയമുള്ള ആൾക്കാരുടെ പേര് എഴുതി പോവാ. കുഴപ്പമില്ല, ഒരാൾ എഴുതിയോ? വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. മനസ്സിലായില്ലേ? കണ്ടില്ല. ക്യാമറയിൽ കാണിക്കാം. പൃഥ്വിരാജ് അല്ലെ, ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ, ഫഹദ് ഫാസിൽ, ശ്രീനാഥ് ഭാസി,
കാളിദാസ് ജയറാം. എല്ലാവരുടെ പേര് എഴുതി, ക്രഷ് തോന്നിയ എല്ലാവരുടെ പേര് എഴുതി. ഇതിന്ന് ഞാനെങ്ങനെ റെഡി? ഓക്കെ, അപ്പം ഇതിൽ ആരാണ് മെറീനയുടെ ക്രഷ്, സെലിബ്രിറ്റി? ഓക്കെ, അപ്പൊ മറീന ഇതിലേക്ക് ഒന്ന് നോക്കാം, ഇതിലേക്ക് നോക്കാം. ഓക്കെ, എന്റെ കയ്യിലൊന്ന് പിടിക്കാമോ? ഓക്കെ, ഈ കൈ ഒന്ന് പിടിക്കാം. ഈ കൈ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ ഇതിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. 1 2 3 4 5 6. ഓക്കെ, 6 താരങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഒരാളോട് ക്രഷ് തോന്നിയ ഒരാളാണ് അല്ലേ? ഓക്കെ, അത് ആരാണെന്ന് ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കാം. ഈ പേപ്പർ മറീനയുടെ കയ്യിലിരിക്കട്ടെ. ഓക്കെ, ഒരിക്കൽ കൂടെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഫാസിലൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ ആരെ പറയും? ഇങ്ങോട്ട് നോക്കണ്ട, ലാസ്റ്റ് കാണിക്കാം. ഏഞ്ചലിന്റെ ക്രഷ് ഇതിലുണ്ടോ? നമ്മൾ തമ്മിലൊരു കോമ്പറ്റേറ്റീവ് മോഡാവുന്ന തോന്നുന്നു. അവരുടെ ഒരു സേവ് ആണോ നോക്കി പറയാലോ. ഓക്കെ, ഞാൻ എഴുതി കഴിഞ്ഞു. ഇത് ഏഞ്ചൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തന്നെ പിടിച്ചോളൂ, ഇങ്ങനെ തന്നെ പിടിച്ചു. ഓപ്പൺ ചെയ്യണ്ട. ഓക്കെ, മറീന മനസ്സിൽ വിചാരിച്ച ആ താരത്തിന്റെ ആ ഒരു പേരിന്റെ അടിയിൽ അല്ലെങ്കിൽ അതിലൊന്ന് റൗണ്ട് മാർക്ക് ചെയ്യാമോ? ഈ റെഡ് മാർക്കർ പെൻ ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോ ഞാൻ എഴുതിയത് നേരത്തെ തന്നെ ഏഞ്ചലിന്റെ കയ്യിലുണ്ട്. മറീന മനസ്സിൽ വിചാരിച്ച ആളുടെ ഇപ്പൊ മറീന മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് ആരാണെന്നുള്ളത് ഏഞ്ചലിനൊന്ന് കാണിക്കാം, ക്യാമറയിൽ കാണിക്കാം. ആരായിരുന്നു? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാനോടാണ് ക്രഷ് അല്ല, എനിക്ക് ആളുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാനും അത് തന്നെ വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ നേരത്തെ തന്നെ എഴുതിയതെന്ന് നോക്കാം. നോക്കാല്ലേ? ആണോ? അതെങ്ങനെ? അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന്റെ വളരെ ഒരു കലയെ നിലനിർത്തുന്നത്. ശരിക്കും വേറെ പേപ്പേഴ്സിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇനി അതിൽ ബാക്കിയുള്ള പേപ്പർ നമുക്ക് ആവശ്യമാണ്. അത് പൊളിച്ചു. ശരിക്കും നടക്കുമോ ഇനി? നടക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞാൽ ക്രഷ് അല്ലേ, സെലിബ്രിറ്റി ക്രഷ് അല്ലേ? ദുൽഖറിനെ എങ്ങനെ സഹിക്കുന്നതാണോ? അല്ല, ഞാനും സെയിം തന്നെ ചിന്തിച്ചത് എഴുതി വന്നപ്പോ. അല്ല, ദുൽഖർ ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ദുൽഖറിന്റെ റിയാക്ഷൻ? ഞാൻ പറയാതെ പറഞ്ഞ എന്റെ പ്രണയം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കണേ എന്ന്. അയ്യോ, ഹൃദയം തരണേ. തുടക്കത്തിലെ തന്നെ ഞാൻ ഞെട്ടിട്ടോ ശരിക്കും. ഇനി നമ്മൾ അധികം പ്രണയങ്ങളിലേക്ക്. അല്ല, ഇത് നമ്മള് ലൈവ് ഷോയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടുകൾ നമ്മൾ ലൈവായിട്ട് നമ്മൾ പെർഫോം ചെയ്യാറുള്ളതാണ് സ്റ്റേജിൽ. ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ ഇത് പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യാമെന്ന് വേണ്ടി പറയാം. ഇല്ല, ഇത് നമ്മള് ലൈവായിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. സത്യമായിട്ടും ഇതിപ്പോ സ്പോട്ടില് ഭാഗ്യം ദേഷ്യമുള്ള ആരെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടേനെന്ന്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് ഫാമിലിയിലേക്ക് വരാം അല്ലെ? ഇപ്പം എന്തായാലും മറീനയുടെ വിശേഷങ്ങളും ഒരു ഈസ്റ്റർ ആവുമ്പം നമുക്കറിയാം, ലൈക്ക് ചെറുപ്പം തൊട്ട് പള്ളിയിൽ പോകുന്നു, അങ്ങനെ കുറെ ഈസ്റ്റർ വിശേഷങ്ങൾ ഉണ്ടാവും. അപ്പം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇൻഡസ്ട്രിയിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം ഈസ്റ്ററിന് വീട്ടിൽ തന്നെ ഉണ്ടാവാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സെറ്റുകളിൽ ഈസ്റ്റർ ആഘോഷിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ സെറ്റിൽ ഈസ്റ്റർ ആഘോഷിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കൂടുതലും വീട്ടിലേക്ക് വന്നിട്ട് പള്ളിയിൽ പോവാ, അങ്ങനത്തെ ഒരു തന്നെയാണ്. വീട്ടിലെ ഈസ്റ്റർ എങ്ങനെയാണ്? വീട്ടിലെ ഈസ്റ്റർ നമ്മൾ രാത്രി കുർബാനയ്ക്ക് പോവാറാണ് സാധാരണ പതിവ്. രാത്രി കുർബാനയ്ക്ക് പോവും, അമ്മേനെയും ആന്റീനെയും ഒക്കെ കൊണ്ട് പോകും. എല്ലാ റിലേറ്റീവ്സിനെ അന്നാണ് കാണാൻ പറ്റുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാളെയും കാണാൻ പറ്റില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാരും വീട്ടിലേക്ക് വരിക, അല്ലെ നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു, അങ്ങനത്തെ ചടങ്ങുകളൊക്കെ വളരെ കുറഞ്ഞല്ലോ. അപ്പൊ എല്ലാരും പള്ളിയിൽ നിന്ന് കാണും, ഗ്രീറ്റ് ചെയ്യും, തിരിച്ച് വീട്ടിൽ വരും. ഉച്ചയ്ക്ക് എന്തെങ്കിലും നല്ല ഫുഡ്, ബിരിയാണി കഴിക്കും. വീട്ടില് കുക്ക് ചെയ്യോ അതോ വീട്ടിൽ തന്നെ? നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാറില്ല, കൂടുതലും വീട്ടിൽ നിന്ന്. വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യും. ആരെ കുക്ക് ചെയ്യും? അമ്മ തന്നെയാണോ അതോ ഹെൽപ്പ് ചെയ്യൊന്നുമില്ല? ഇല്ല, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും ഉണ്ട്. ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അരിയാനോ അതിനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. മെറീനയ്ക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വിഭവം എന്താ? ഈസ്റ്റർ ആണ് അല്ലെങ്കിൽ ഒരു നല്ല ദിവസം വന്നാൽ വീട്ടില് സ്വയമേ ഉണ്ടാക്കി കഴിക്കണം തോന്നുന്ന ഏതെങ്കിലും
ഡിഷസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല, അറിയില്ല. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പഠിക്കാനും ശ്രമിച്ചിട്ടില്ല, അത് അമ്മയുടെ ഓൺ റെസിപ്പിയാണ്. പിന്നെ എനിക്ക് കോഴിക്കോടല്ലേ സ്ഥലം? പിന്നെ ബിരിയാണി അതെ, പ്രത്യേകിച്ച് പറയാം. അതെ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഒരു റെസിപ്പി ഉണ്ടാവും. അതെ അതെ, അതില് വീട്ടിലുള്ളത് ബിരിയാണിയാണ്, അത് കിട്ടണമെങ്കിൽ ക്രിസ്മസോ ഈസ്റ്ററോ ഒക്കെ ആവണം. വരണം. അത് ഞാൻ കൈയിട്ട് കൊളാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പോവാറില്ല. ഏത് ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്? ചിക്കൻ ആണോ, മട്ടൺ ആണോ? ചിക്കൻ. ഞാൻ മട്ടൺ ബീഫ് ഒന്നും കഴിക്കില്ല. സ്കിൻ സീക്രട്ട് ആണോ? അതുകൊണ്ടൊന്നല്ല, ഇഷ്ടമല്ല. ഓക്കെ, ഇക്കയിലേക്ക് വരികയാണ്. അപ്പൊ ഇഷ്ടമുള്ള ബിരിയാണി എല്ലാം കഴിക്കും, അങ്ങനെ സ്പെസിഫിക്കേഷൻ? പക്ഷെ കൂടുതൽ ഇപ്പൊ ചിക്കൻ തന്നെയാണല്ലോ കഴിക്കുന്നത്. ബിരിയാണി കുക്ക് ചെയ്യാൻ അറിയില്ല, ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഫേവറേറ്റ്, അത് ബിരിയാണി മാറ്റി വെച്ച ഫേവറേറ്റ് ഫുഡ് എന്താ? ലൈക്ക് സീസർ സാലഡ് മേ ബി ആണോ? ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും, ചോറ് കറി പച്ചക്കറി ഒക്കെ ഉണ്ടാക്കും. അപ്പൊ എന്നാ ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരോ ഞങ്ങൾക്ക്? ചിക്കൻ കറിയുടെ മെറീന മൈക്കിളിന്റെ ചിക്കൻ കറി റെസിപ്പി എന്താണ്, പറയൂ. ചിക്കൻ കറി റെസിപ്പി പറയുകയാണെങ്കിൽ തക്കാളി, വലിയ സവാള, ആദ്യം പാനിൽ എണ്ണ ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഗാർലിക്, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റുക, എന്നിട്ട് ഇച്ചിരി സവാള ഇടുക, എന്നിട്ട് ഉപ്പിടുക, എന്നിട്ട് അത് അടച്ചു വെക്കുക. അപ്പൊ അത് വേവും. അതിലേക്ക് കുറച്ച് പൊടികൾ ഇടുക, ലൈക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, വേണമെങ്കിൽ ഇച്ചിരി ചിക്കൻ മസാല, എന്നിട്ട് അതിലേക്ക് അത് നന്നായിട്ട് വഴറ്റുക. അപ്പൊ അത് വേവും. വേവുന്നതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടിട്ട് ഒരു 1 ഹോൾ തക്കാളി ഗ്രൈൻഡ് ചെയ്യുക. ഇതെങ്ങനെ അടിച്ചെടുക്കുക. അത് ഇതിലേക്ക് ഇടുക, തക്കാളി പേസ്റ്റ്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ട്രിക്സിലേക്ക് പോയാലോ? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞൊരു കാര്യം തന്നെ, അതായത് സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ട് ആണ്. അതായത് നമ്മൾ വലിയൊരു തിയേറ്റർ ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനെ മുഴുവനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണത്. ട്രൈ ചെയ്ത് നോക്കാം. മറീനെ തന്നെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇയാളിലേക്ക് അത് കഴിഞ്ഞിട്ട് വരാം. ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന, നിലവിൽ നിന്ന് ജീവിച്ചിരിപ്പില്ലാത്ത, ഇതേ രീതിയിലുള്ള ഫെസ്റ്റിവൽസ് മീൻസ് ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയും ഓർക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാനും എൻ്റെ ഇപ്പൊ മെന്റലിസം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ തലങ്ങളിലൂടെയും കടന്നു പോകണം. നമ്മൾ എൻ്റെ ഷോയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ചിരിപ്പിക്കുന്ന ആളുകളാ, എന്നാൽ ഒന്ന് ചിന്തിപ്പിക്കണം, അങ്ങനെയുള്ള പല രീതിയിൽ അതിലൊരു ഇമോഷണലി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം മൺമറഞ്ഞു പോയ ആളുകളെയും ഓർക്കുന്ന രീതിയിലുള്ള എഫക്റ്റുകളും നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ വിചാരിക്കുക, ആ പേരൊന്ന് മനസ്സിൽ ഉണ്ട്. ഒബ്വിയസ്ലി ആദ്യം ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഫാദറിന്റെ പേരായിരിക്കും. കാരണം ഇപ്പൊ ഈ അടുത്ത് എനിക്കൊന്ന് 1 വർഷം അല്ലേ, അപ്പൊ അത് എനിക്ക് അറിയാവുന്ന പേരായതുകൊണ്ട് തന്നെ അത് വേണം. അതല്ല, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു. ഓക്കെ, മറ്റൊരു ആളുണ്ട് അങ്ങനെ ഉണ്ട്. ഓക്കെ, ഒരാളല്ല ഒരുപാട് പേരുണ്ടാവും. അതിൽ പെട്ടെന്ന് മനസ്സിൽ വന്ന ആരെങ്കിലും ഒരാളൊന്ന് മറിയണമെന്ന് മനസ്സിൽ വിചാരിച്ചു. വിചാരിച്ച പേരൊന്നും എഴുതാമല്ലോ അല്ലേ? എന്നെ കാണിക്കണമെന്നില്ല, ഈ പേപ്പറിൽ എഴുതാം. ഞാൻ തിരിഞ്ഞിരിക്കാം. ഓക്കെ, ഏഞ്ചലിനെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഈ പേര് എഴുതിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എഴുതിയോ? എഴുതിയത് മടക്കിക്കോളൂ. എന്നെ കാണിക്കണ്ട, മടക്കിക്കോളൂ. ഏഞ്ചൽ കണ്ടോ? ഓഡിയൻസിനെ കാണിക്കാൻ പറ്റുമോ? ഓഡിയൻസിനെ കാണിക്കണേ കാണിക്കാം. ഞാൻ തിരിഞ്ഞിരിക്കാം. മടക്കിയോ? മടക്കിക്കൊണ്ടിരിക്കുന്നു. കഴിയുമ്പോ പറഞ്ഞാൽ മതി. ഒന്ന് ഫോൾഡ് ചെയ്തു. കഴിഞ്ഞില്ല? കഴിഞ്ഞു. അത്രേ ഉള്ളൂ. മടക്കി. ഇപ്പൊ കയ്യിലുണ്ടല്ലോ. ഞാൻ എഴുതിച്ചത് മറ്റൊന്നിനല്ല കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റേജിലാണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ ചിലപ്പോൾ കയറി വരും. ഞാൻ ട്രിക്സ് ആണെന്ന് പറഞ്ഞ് ചെയ്താൽ പോലും ചില ആളുകൾ ഇവനൊന്ന് പൊളിക്കണമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞാലും പറയില്ല, ഞാനതെല്ലാം മനസ്സിൽ വിചാരിച്ചത്. മറീന അങ്ങനെ ചെയ്യുന്നല്ല, എന്നാലും പ്രേക്ഷകർക്ക് അതിനാണ് നമ്മളിങ്ങനെ ഈ ഒരു ഇത് ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ കയ്യിലുണ്ടല്ലോ ഒരാളുടെ പേര് മനസ്സിലുണ്ട്. ഓക്കെ, അന്ന് റിപ്പീറ്റ് അത് തന്നെ അങ്ങനെ ചിന്തിക്കാമോ? ഇപ്പൊ എഴുതിയ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നെ നോക്കാം എന്തെങ്കിലും പേടിയുണ്ടോ? വേറെ കാര്യങ്ങളൊന്നും പറയില്ല, പേടിക്കണ്ട. ഇപ്പൊ മനസ്സിലുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, മനസ്സിലുണ്ടല്ലോ.
റിപ്പീറ്റ് ആ പേര് തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇമാജിൻ ചെയ്തു ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചെറിയൊരു ആ പേര് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇമോഷണലി ആലോചിക്കുന്നില്ല, പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഓക്കെ, ഞാനത് എഴുതാനൊന്നും ശ്രമിക്കട്ടെ. മെന്റലിസം പെർഫോമൻസ് വെച്ച് 100% നമുക്ക് ഉറപ്പ് പറയാനൊന്നും സാധിക്കില്ല. തെറ്റിയാൽ നമുക്ക് വേണമെങ്കിൽ ക്യാമറ ഇടിയാം. എഴുതിയ ഭയങ്കര സംഭവം. ഇത് ഓൾറെഡി ഞാനൊന്ന് ഞെട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. ദൈവമേ, നോക്കാം നമുക്ക്. ഓക്കെ മറീന, ഒന്ന് റിപ്പീറ്റ്, ഒരിക്കൽ കൂടെ ഒന്ന് ആദ്യത്തെ ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ? ഓക്കെ, രണ്ടാമത്തെ ലെറ്റർ. ഓക്കെ, ഇനി എത്ര ലെറ്റർ ഉണ്ടോ അതൊന്നും ഇങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പേരാണല്ലേ? അല്ലേ, വളരെ ചെറിയൊരു പേരാണ് അല്ലേ? വളരെ ചെറുതാണോ? ഒരുപാട് ചെറുതല്ല, മീഡിയം. എന്താവോ എന്തോ എല്ലാവരും ഭയങ്കര. ഓക്കെ, ഞാൻ എഴുതി പേപ്പർ ഏഞ്ചലിന്റെ കയ്യിൽ. മറീന അല്ലല്ല, മറീന. ഓക്കെ, മറീന എഴുതിയ പേപ്പർ ഓഡിയൻസ് കണ്ടതാണ്, എന്നാലും പറയാം എന്തായാലും പേര് പറയാം. എന്തായാലും അയ്യോ, എനിക്ക് ഭയങ്കര ടെൻഷൻ. പറഞ്ഞോളൂ പേര്. ദേവകി എന്നാണോ എഴുതിയത്? ദേവകി തന്നെയാണോ? ഓഡിയൻസിൽ കാണിച്ചത് അങ്ങനെ തന്നെയായിരുന്നോ? അതെ അല്ലേ? ദേവകി എന്നാണോ വിചാരിച്ചിരുന്നത്? ഞാൻ പറഞ്ഞില്ല, മെന്റലിസം നമുക്ക് 100% ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്നാലും എഴുതിയത് എന്തായാലും വെറുതെ നോക്കാം. അയ്യോ, അയ്യോ, ഞാൻ പക്ഷെ തെറ്റിപ്പോയിന്ന് വിചാരിച്ചു. എനിക്കറിയില്ല അതെങ്ങനെ. ഞാൻ കണ്ണിൽ നോക്കി വരെ പിടിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ താഴെ. ഞാനും അത് ശ്രദ്ധിച്ചു. കാരണം കുറെ ആൾക്കാർ പറയും എക്സ്പ്രഷൻസ് ചെയ്താണ് അത് മനസ്സിലാവുന്നത്. മെന്റലിസം കൂടുതലും കണ്ണിന്റെ റീഡിംഗ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ താഴേക്ക് നോക്കി. അപ്പൊ ഞാൻ നോക്കുമ്പം മെറീന ഭയങ്കര കാര്യമായിട്ട് ശരിക്കും ട്രിക്കാണോ അല്ലെങ്കിൽ? പക്ഷെ താഴേക്ക് നോക്കും. പക്ഷെ എന്താണ് എന്നുള്ളത് ആളുകൾ അറിയാതെ, കാണികൾ അറിയാതിരിക്കുമ്പോഴാണല്ലോ ആ ഒരു കല നിലനിൽക്കുന്നത്. എനിക്കും ചെയ്യണം. അല്ല, അങ്ങനെയല്ല, എന്നെ ഒന്ന് ചെയ്യും, എനിക്കൊരു ആഗ്രഹം. അല്ല, പക്ഷെ ഇതെന്നാലും ഇങ്ങനെ എനിക്കറിയില്ല. എന്റെ ദൈവമേ, ഇത് കിട്ടാൻ ഒരു വഴിയില്ലാത്ത പേരാണ്. ആക്ച്വലി ഇവരെന്റെ നെയ്ബർ ആയിരുന്നു. ഞാൻ കുഞ്ഞിലെ എന്റെ തറവാടിന്റെ അടുത്തൊക്കെയാണ് അവര് താമസിക്കുന്നത്. അപ്പൊ ആദ്യമൊന്നും ഞാൻ ഇവരുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നില്ല. പിന്നെ ഇവരുമായിട്ട് ഇവര് റേഷൻ കടയിൽ പോകുമ്പോൾ ഇവരുടെ കൂടെ പോകും. പിന്നെ എനിക്ക് ഭക്ഷണമൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നെ വിളിച്ച് കുട്ടി കഴിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും സാമ്പാറും ഇഡ്ഡലിയൊക്കെ തരട്ടെ, അങ്ങനെ ഡെയിലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളിച്ചു തരും. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വിഷുവിൻ്റെ ടൈമിൽ ഇതുപോലെ ഇവർ എനിക്ക് ഫുഡ് തരാൻ വേണ്ടിയിട്ട് അവരുടെ വീടിൻ്റെ ബാക്കിൽ ചെറിയൊരു മതിലുണ്ട്. അപ്പോൾ അവർ മതിലിന് തൊട്ട് തന്നെ മണ്ണൊക്കെയാണ്. അപ്പോൾ അവർ മണ്ണിൽ ഇറങ്ങി നിന്നിട്ട് മതിൽ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങാൻ കുറച്ച് ഏജ് ഉണ്ട് അവർക്ക്. ഷീ വാസ് അറൗണ്ട് 65 ഒക്കെ ഉള്ള ടൈമിലാണ്, 65, 68 അങ്ങനെ എന്തോ. പുള്ളിക്കാരി അതുമായിട്ട് വീണു. ഫുള്ള് ചോറും സാമ്പാറും കറികളൊക്കെ ആയിട്ട് വീണിട്ട് പല്ലിടിച്ചിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ ചോര ഒക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി വന്നിട്ടാണല്ലോ അവര് വീണ. അപ്പൊ എനിക്ക് അവര് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഈവൻ അമ്മയാണെങ്കിലും വേറെ ആരെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുമ്പോൾ നമ്മളെ പറ്റിയിട്ട് ഇപ്പൊ പറയുമല്ലോ, ഭയങ്കര കുരുത്തക്കേടാ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുമ്പോഴും ഷീ യൂസ് ടു ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, കുട്ടിയല്ലേ പോട്ടെ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അവർ പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ ഞാൻ ബോഡി ഒന്നും കാണാൻ പോയില്ല. ബിക്കോസ് ഞാൻ ഓർത്തു ആ ചിരിക്കണ ഫേസ് തന്നെ എപ്പോഴും ഇരിക്കട്ടെ മനസ്സിലെന്ന്. എനിക്ക് എപ്പോഴും തറവാട്ടിൽ പോകുമ്പോൾ തറവാട്ടിലേക്ക് പോകുന്നത് ഒരു ഇടവഴിയിൽ ഇങ്ങനെ ഒരു വീടാ, എന്നിട്ട് റൈറ്റ് സൈഡിലാണ് അതിന്റെ തറവാട്. അപ്പൊ ആ ഇടവഴി കയറുമ്പോൾ ഇവരുടെ വീടാ കാണാം. കുറെ വർഷങ്ങളായിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ ദേവകിയെടുത്തി എന്നാ വിളിക്കുക, ദേവകിയെടുത്തി അവിടെ ഇരിക്കണ കാണാം. അപ്പൊ ഇപ്പോഴും ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ആ വീട് കാണുമ്പോൾ അവരവിടെ ഇങ്ങനെ ഇരിക്കണം. കാരണം ഞാൻ അവർ മരിച്ചിട്ട് ബോഡി അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോഴും എനിക്ക് ആ ഒരു ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത് നേരത്തെ പേരോർത്തപ്പോ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ആളുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോൾ എനിക്ക് അവർ ഭയങ്കര നല്ല ഓർമ്മകളുമാണ്. എനിക്ക് ഭയങ്കര അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് പേര് കിട്ടാൻ ഒരു വഴിയില്ല. ഇത് എങ്ങനെയെന്നാ എനിക്ക് ശരിക്കും അവരെ പറ്റി ഞാൻ എവിടെ സംസാരിച്ചിട്ടും ഇല്ല. ഇങ്ങനെയുള്ള 2-3 ആൾക്കാർ എന്റെ ലൈഫിലുണ്ട്. ഇവരെ പറ്റി ഒരാൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ലൈക് അമ്മയ്ക്കൊക്കെ അറിഞ്ഞായി, അല്ലാണ്ട്
ഗുഡ് വർക്ക്. അയ്യോ അപ്പൊ ലൈവായിട്ടുള്ള ഷോ കാണാൻ വരും നിങ്ങൾ, ഏഹ് തിയേറ്റർ ഷോ കാണാൻ വരാം. ലൈവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ദുബായിലൊക്കെ വരേണ്ടി വരും ഞങ്ങള്. ലൈവ് ഒക്കെ പുറത്താ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ട്രിപ്പാണ് എല്ലായിടത്തും. പക്ഷെ അങ്ങനെ ഉണ്ടാവും. അല്ല കൂടുതലും എന്താ വെച്ചാൽ ഈ ഒരു കല കൂടുതലും ഫോളോ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു വിദേശത്തുള്ള ആളുകളാണ് തോന്നുന്നത്. ഇവിടെ അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്നപ്പം ഫാമിലിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ. അപ്പം നമുക്കറിയാം ഇനി മെറീന ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഇപ്പം മെറീനയുടെ ഫാമിലി ഒരു പുതിയ ഫാമിലിയിലേക്ക് എപ്പോഴാണ്, മെറീനയ്ക്ക് കൂട്ടായിട്ട് ഒരാൾ എപ്പോഴാണ് വരിക? എനിക്ക് ഓൾറെഡി നല്ലൊരു ഫാമിലി ഉണ്ട്. അല്ല അങ്ങനെ ഒരു കൂട്ട് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രായം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ അതിനെ ചിന്തിക്കുന്നതും കൂടെ ഉള്ളൂ. 3 വർഷത്തിന് ശേഷം വിവാഹം കഴിക്കുമ്പോ കോൺസെപ്റ്റിൽ ഒരാളുണ്ടോ ഇന്നയാളെ ഇരിക്കണം അങ്ങനെയാണ്? അങ്ങനെ ഒരാൾ വന്നാൽ ഞാൻ 3 വർഷത്തിന് ശേഷം കല്യാണം കഴിക്കും. അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, കാരണം 3 വർഷം കൂടെ സമയം. എനിക്ക് സത്യം പറഞ്ഞ കല്യാണം കഴിച്ച് പോണെന്ന് ഒരു ആഗ്രഹമില്ല, പോണെന്നും ആഗ്രഹമില്ല, കല്യാണം കഴിച്ച് കൊണ്ടുവരണമെന്നും ആഗ്രഹമില്ല. പക്ഷെ എന്നാലും 3 വർഷം അല്ലേ? കോൺസെപ്റ്റ് എന്തൊക്കെയാ അതിപ്പോ അറിയാൻ എന്തായാലും ആഗ്രഹം ഉണ്ടോ? ഇപ്പൊ മെറീന പറയുന്നുണ്ട് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ള എന്റെ കോൺസെപ്റ്റിനനുസരിച്ചുള്ള ഒരാളെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല പേഴ്സണാലിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. വേറെ കാര്യങ്ങളില്ല, വേറെ ഒന്നുമില്ല. നല്ലൊരു പേഴ്സണാലിറ്റി ആകുമ്പോ ഒബിയസ്ലി അതിലെല്ലാം പെടുമല്ലോ. അല്ല നോർമലി പേഴ്സണാലിറ്റി വേണം എന്ന് എനിക്ക് ആഗ്രഹം. ഒരാളുടെ പേര് ഇവിടെ എഴുതിയിരുന്നു, അതിലേക്ക് ഒരു സാധ്യതയില്ലാത്ത ഒരാളാണ്. ബാക്കി ലിസ്റ്റിലുള്ള ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാലോ അതില്? പക്ഷെ എല്ലാരും വിവാഹം കഴിച്ചല്ലേ? അതിൽ ഉണ്ണി മുകുന്ദൻ മാത്രമാണ് ഐ തിങ്ക് വിവാഹം കഴിക്കാത്ത. ശ്രീനാഥ് ബാസിയോ? കാളിദാസ് എൻഗേജ്ഡ് ആണ്. എല്ലാരും എല്ലാ ഡീറ്റെയിലും എടുത്ത് വെച്ചിരിക്കുകയാണ്. ആകെ സാധ്യതയുള്ളത് ഉണ്ണിച്ചേട്ടനാണ്. പക്ഷെ അതെ അല്ലെ, ബാച്ചിലർ ആണെന്ന് തോന്നുന്നു. പുള്ളിയും ബാച്ചിലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പം സെലിബ്രിറ്റികളുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാന്നുള്ളത് അല്ല. ഓക്കെ, ബാഗ് ഞാൻ കണ്ട സ്ഥിതിക്ക് നമുക്ക് അതൊന്ന് നോക്കാം. എന്തൊക്കെയാണ് മെറീനയുടെ ബാഗിലുള്ളത്? അത് പക്ഷേ നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ലല്ലോ അല്ലെ. ഒരു പെൺകുട്ടിയുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുന്ന ഒബിയസ്ലി എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് നോക്കിയാലോ? എടുത്ത് നോക്കാം. യെസ്, എന്തായാലും മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. എന്റെ വാലറ്റ്, ഡ്രസ്, ഇയറിംഗ് എല്ലാം വാലറ്റ് അടക്കം മാച്ച് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും മാച്ച് ആണ് അല്ലേ? ശരിയാണല്ലോ, എല്ലാം മാച്ച് ആണ്. ഓക്കെ, ഐഷാഡോ പാലറ്റ്, കുറെ മേക്കപ്പിന്റെ ഐറ്റംസ് ആണ്. ഫോൺ, മിൽക്ക് പേഡ, 2 ഫോൺ യൂസ് ചെയ്യണ്ടോ? ഉണ്ട്. ഓക്കെ, ഇത് ഫോൺ ഏത്? അത് ഫ്ലിപ്പാണ്. നല്ല ഭംഗിയുണ്ട്, സ്റ്റോൺസ് ഒക്കെ. അത് ഞാൻ തന്നെ എന്റെ തന്നെ കാണിച്ചു കൊടുക്കൂ. അതെ, എല്ലാ അലമ്പായി കിടക്കും. ചാർജർ ഉണ്ട്. പിന്നെ ഇതൊരു മലബാർ ഗോൾഡ് ഒരു ചെറിയ കുറിയുണ്ടോ? കുറിയല്ല, അത് അവരെന്തോ ചെന്നപ്പോ സ്കീം ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്നാ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ശരി. പിന്നെ എല്ലാം ഫുൾ മേക്കപ്പ് പ്രോഡക്ട്സുകളാണ് കേട്ടോ. ഉഡാ ബ്യൂട്ടിയുടെ ഇങ്ങനെ ഇടാൻ പാടില്ല. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള ഇന്റർവ്യൂല് ഞാൻ എന്താ അത്രയും മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? കൊട ഉണ്ടെങ്കിൽ ഒന്ന് ചേട്ടന് കൊടുക്കും. ഭയങ്കര കോൺഫിഡൻസ് അല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് ശരിക്കും കുറവാണ് അല്ലേ? മേക്കപ്പ് പ്രോഡക്ട്സ് കുറവാ. അയ്യോ അത് വേണ്ട. ഈ പറഞ്ഞ ഇതിലുള്ള എല്ലാ ഐറ്റംസ് ഒന്നും ഒരാൾ ഇടില്ല. അത് 2 ബ്രഷ് ഉണ്ട്. ബ്ലഷ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ താങ്കൾ എന്നോട് ചോദിച്ച കാര്യങ്ങളിൽ അത്തർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ടോ? ഇത് ഒതന്റിക് പാല ഇല്ലേ, പാലപ്പൂ. എനിക്ക് പാല ഭയങ്കര ഇഷ്ടമാണ്. അല്ല സീരിയസ്ലി, എനിക്ക് അതിന്റെ മണം ആൾക്കാർ ഫാൻസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ചെയ്യായിരുന്നു. ഞാനൊരു 10th സ്റ്റാൻഡേർഡ് മുതൽ നമ്മള് ഡിസംബർ ടൈം ഒക്കെ ഇല്ലേ, നവംബർ ഡിസംബർ ആണ് പാല പൂക്കുന്ന ടൈം. എല്ലാരും നോട്ട് ചെയ്യണേ. എന്നിട്ട് നിങ്ങക്ക് ഈ കാക്കനാട് ഏരിയ എന്റെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മണക്കണം എന്നുണ്ടെങ്കിൽ കാക്കനാട് ഏരിയയിലെ അവിടെ ഫുൾ ഈവനിങ് കാറ്റടിക്കുമ്പോ നല്ല സ്മെല്ല്. ഇത് വാനില വീണ്ടും അഗൈൻ. അയ്യോ എന്റെ കയ്യിൽ ആയില്ല. ഐസ്ക്രീം ആണല്ലേ? ഒരു ഐസ്ക്രീം ഇഷ്ടപ്പെട്ടത് ഒറിജിനൽ വാനില ഉണ്ട്. പിന്നെ പാല, ചെമ്പകം ഒക്കെ മണം നല്ല അടിപൊളി സ്മെല്ലാണ്. ഓക്കെ, അപ്പൊ മോയ്സ്ചറൈസർ, കാർഡ് വാലറ്റ്. ഇത് ആൺകുട്ടിയും ചോദിക്കരുത് എന്റെ ഫോട്ടോ നോക്കട്ടെ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ
റീവെരിഫിക്കേഷന് വേണ്ടിട്ട് ചില്ലറ പൈസ ഏതൊരു അങ്ങോട്ട് ചില്ലറ പൈസ ഏതോ ഒരാൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്, കുറെ ഉണ്ടല്ലോ ഇതില്. പാസ്പോർട്ട് ഒരു ചെറിയൊരു വാലറ്റിലാണ്. ഇതൊന്നും ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇതൊക്കെ പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് ഇല്ലേ? ലെൻസിന്റെ ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് ഇല്ല. ഇല്ല. റേഷൻ കാർഡ് ഉണ്ടോ? ഇതൊന്നും ഇല്ലേ കയ്യിലില്ലേ? ഫോൺ ഉണ്ടോ? ഫോണിലുണ്ട്. ഓക്കെ, വാലറ്റിലുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? ഇത് അമ്മയാണ്. പപ്പേനെ കാണണമെങ്കിൽ അയല മാറ്റേണ്ടി വരും. അയല ഫോട്ടോ എടുത്താൽ മതി. ഓക്കെ, ഇതാണ് മറീനയുടെ പപ്പ. കൈ മാറ്റാവോ പപ്പ? അത് എവിടെ നിന്നുള്ള ഇലയാ? ഇത് ന്യൂയോർക്കിൽ പെറുക്കിയതാണ്. ഒന്നുമില്ല ഇതിന്റെ അകത്ത്. പിന്നെ ഇതാണ് താങ്കൾ ഉദ്ദേശിച്ച സാധനം. ഞാനൊരു ഇന്റർവ്യൂ ഇത് ഏതാ സ്മെല്ല് ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് ഏതാണെന്ന്. പക്ഷെ ഇതാണ് ആ സ്മെല്ല്. ഇഷ്ടപ്പെടും. നിങ്ങള് ഊതു അത്രക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധന. പക്ഷെ അത് മിക്സ് ചെയ്ത് നോക്കിയാ. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒരു അമ്പലം, ഒരു കർപ്പൂരത്തിന്റെ അങ്ങനത്തെ ഒരു ഫീലാ. പക്ഷെ ഇത് ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് എപ്പോഴും ബാഗിൽ വെച്ചിരിക്കണത് എവിടെന്നെങ്കിലും ആരെങ്കിലും കിട്ടുവാണെങ്കിൽ. എനിക്ക് ഇതില് 3 എണ്ണത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെമ്പകവും ഇതുമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ചെമ്പകവും ലാസ്റ്റ് പാല അല്ല, പാല നല്ല രസമുണ്ട്. ഐസ്ക്രീം ഭയങ്കര കുത്തും. മെന്റലിസം നമ്മൾ കണ്ടു. അപ്പം അതിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുക, അല്ല ഹിപ്നോട്ടിസം. എനിക്ക് തോന്നുന്നു ഫാസിലേക്ക് അതിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാവരെയും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന സജഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളെ മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പാലിക്കൂലേ? എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം. അപ്പൊ എന്തായാലും ഹിപ്നോട്ടിസം ചെയ്താലോ? അപ്പൊ നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ട് ഫാസിലൊക്കെ നമ്മളുടെ മെറീനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാൻ സുഹൃത്തുക്കളെ കണ്ടുനോക്കാം. നമുക്ക് ഡീപ്പായിട്ടുള്ള ട്രാൻസ്ലേറ്റൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. സമയമില്ല. അങ്ങനെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. മെന്റലിസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 100% നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് സയൻസിന്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് അത് നമുക്കറിയാം അതങ്ങനെ തന്നെയാണ് വർക്കൗട്ട് ആവും എന്നൊക്കെയുള്ള നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് 100% ഉറപ്പും ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഞാൻ തമാശ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതല്ല, റിയൽ ആയിട്ട് അങ്ങനെ തന്നെയാണ്. 100% നമുക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. നമുക്കൊന്ന് ഒരു ശ്രമം നടത്തി നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മറീന ഓക്കെ ആണോ? നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ബേസിക് എന്താണെന്നുള്ളത് പ്രേക്ഷകർക്കും നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രം ഈ കൈ ഒന്ന് ഇങ്ങനെ ഇവിടെ വെക്കാമോ? ഈ ഒരു സ്ഥലത്ത് വെക്കാമോ? ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇനി കൈ ഒന്ന് എടുത്തേ. കൈ ഒന്ന് എടുത്തു. ഓക്കെ, വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി വെച്ചോളൂ, കൈ അവിടെ തന്നെ വെച്ചോളൂ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കുക. ഞാൻ എന്താണോ ടെൻഷൻ ഉണ്ടാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ മനസ്സിൽ ഇമാജിനേഷൻ നടത്തുക. അതിനു മുൻപ് നേരത്തെ ഒരു മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു സോങ് ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ? വിചാരിച്ചോ? ജസ്റ്റ് മനസ്സിൽ ഞാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പാടണം ആ സോങ്. മനസ്സിൽ ലിപ്പനക്കരുത്. താങ്കളുടെ മനസ്സിൽ മാത്രമാണ് ആ സോങ് ഉള്ളത്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ഇങ്ങനെ മനസ്സിൽ പാടിക്കൊണ്ടിരുന്നത് ഞാൻ പറയുന്ന സമയത്ത്. ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന മതി. ഓക്കെ, മറീന അത് വിട്ടേക്കൂ. മറീന ഇവിടെ നോക്കാം, ഇവിടെ ശ്രദ്ധിക്കാം. കയ്യൊന്നെടുത്തേ എടുത്തോളൂ. ഓക്കെ, വീണ്ടും വെച്ചോളൂ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് അതേ രീതിയിൽ തന്നെ പാലിക്കുക. മനസ്സിൽ ഇമാജിനേഷൻ നടത്തുക. റെഡി ആണല്ലോ അല്ലേ? റെഡി ആണല്ലോ? ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ക്ലോസ് യുവർ ഐസ്. 1 2 3. ഓക്കെ, ഇനി യാതൊരു കാരണവശാലും എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ കണ്ണ് തുറക്കരുത്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തുക. ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുമ്പോൾ ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം. അത് കൃത്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ അവിടെ നിന്ന് ഒരു സൂപ്പർ ഗ്ലൂ എടുത്ത്, അപ്പോൾ അവിടെ നിന്ന് ഒരു സൂപ്പർ ഗ്ലൂ എടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സൂപ്പർ ഗ്ലൂ ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗമ്മാണിത്. ഇത് ഞാൻ കൈയിൻ്റെ ഈ എഡ്ജുകളിലെല്ലാം തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ്. കൈൻ്റെ എഡ്ജുകളിലെല്ലാം തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ ഒരു കൈ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ കൈ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഈ കൈ ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വളരെ ടൈറ്ററാണ്. ടൈറ്റർ. വളരെ സ്ട്രോങ് ആണ്, വളരെ ടൈറ്ററാണ്. ഇനി ഈ കൈ എത്ര ശ്രമിച്ചാലും ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അത്ര സ്ട്രോങ് ആയിട്ട് കൈ ഒട്ടിയിരിക്കുകയാണ്. ഈ കൈ ഇനി എത്ര ശ്രമിച്ചാലും ഇവിടുന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. 1 2 3. ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ഇനി മെല്ലൊന്ന് എടുക്കാനുള്ള ശ്രമം നടത്തി. മെല്ലൊന്ന് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. ടെൻഷൻ
ക്ലോസ് യുവർ ഐസ്. ഓക്കെ. റിലാക്സ് ചെയ്യാം. ഞാൻ റിമൂവർ എടുക്കുകയാണ്. ഞാനൊരു റിമൂവർ എടുത്തിട്ടുണ്ട്. ഈ കയ്യിൽ ആ ഒരു ഗമ്മെല്ലാം തന്നെ ഞാൻ റിമൂവ് ചെയ്യാണ്. ആ ഗമ്മെല്ലാം തന്നെ ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ വളരെ ഫ്രീ ആയിട്ട്, ഇനി കണ്ണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് കൈ ഇവിടുന്ന് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ വെയിറ്റ്ലെസ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് കൈ ഇവിടുന്ന് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. 1 2 3 ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ഇനി മെല്ലെ ഒന്ന് എടുത്ത് എടുത്തോ. ശരിക്കും ഞാന് മണ്ടി ഗ്ലൂ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ തപ്പുന്നത് എവിടെ ഗ്ലൂ ഒന്നും ഇല്ലല്ലോ എന്ന്. ആ ഒരു ഫീല് കിട്ടിയോ? ഭയങ്കര പ്രഷർ. ഓക്കെ. എന്താ തോന്നിയ? എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ? ഞാൻ ആദ്യം അയ്യോ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടു. ഓക്കെ, നമുക്ക് ചെറിയ ഓക്കെ ഇങ്ങോട്ടൊന്ന് നിൽക്കാമോ? കൈയൊന്ന് നേരെ പിടിക്കാമോ? ചെറിയൊരു എഫക്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പേടിക്കണ്ട. റിലാക്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്ന് സ്പോട്ട് ചെയ്യാം. വേറെ എങ്ങും നോക്കരുത്, ഇവിടെ മാത്രം നോക്കാം. വേറെ എങ്ങും നോക്കരുത്, ഇവിടെ മാത്രം നോക്കാം. വേറെ എങ്ങും നോക്കരുത്, സ്പോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രം നോക്കാം. ഓക്കെ, അവിടെ മാത്രം നോക്കുക. വേറെ എങ്ങോട്ട് നോക്കരുത്. ഫ്രീ ആക്കി വിടും. ഓക്കെ. ഇവിടെ മാത്രം നോക്കുക. വേറെ എങ്ങോട്ട് നോക്കരുത്. ഓക്കെ, ഈ കൈ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് സ്പോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. വേറെ എങ്ങും നോക്കരുത്. ഓക്കെ, ഈ കൈ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും. ഈ കൈ അടുത്തടുത്ത് വരുന്ന സമയത്ത് കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും. കണ്ണുകൾ അടഞ്ഞു പോകും. ഈ കൈ ഇങ്ങനെ മുഖത്തോട് ചേരുന്ന സമയത്ത് ഞാൻ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മയക്കത്തിലേക്ക് പോകും. സ്ലീപ്പ്. ഓക്കെ, അത്ര ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലോട്ടൊന്നും പോയിട്ടില്ല. ഓക്കെ, ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് വേക്ക് അപ്പ്. 1 2 3 വേക്ക് അപ്പ്. എന്ത് പറ്റി? ഓക്കെ അല്ലേ? ഞെട്ടിയല്ലേ? ഓക്കെ, ഞാൻ എന്ത് പറ്റി? വെള്ളം വേണോ? നേരത്തെ ബ്രേക്കിൽ ആക്ച്വലി ഇത് എന്നെ ചെയ്തു. ഞാൻ ലൈക്ക് എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാനും ടോട്ടൽ കുറച്ച് നേരത്തേക്ക് ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ എനിക്കറിയാം ഇപ്പൊ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ശരിക്കും അല്ലേ? എന്റെ ദൈവമേ, എല്ലാരും എന്നെ ഉറക്കുന്ന ഒരു ഓർക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ഇനി അവിടെ തന്നെ ഇരുന്നോളൂ. റിലാക്സ് ചെയ്തിരുന്നോളൂ. പേടിക്കണ്ട, റിലാക്സ് ചെയ്തിരിക്കാം. ഓക്കെ, ഇനി മറീന 2 കൈ ഉപയോഗിച്ച് ചെവി ഒന്ന് അടച്ചു പിടിക്കാമോ? പേടിക്കണ്ട. ചെവി ഒന്ന് അടച്ചു പിടിക്കാം. ഓക്കെ, ഞാൻ പറയുന്ന എന്നാലും കേൾക്കാലോ അല്ലേ? ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓൺ ദ കൗണ്ട് ഓഫ് 3 പ്ലീസ് ക്ലോസ് യുവർ ഐസ്. 1 2 3 ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ മനസ്സിലൊരു പാട്ട് കേൾക്കും. ഓക്കെ, നിങ്ങൾ നേരത്തെ മനസ്സിൽ വിചാരിച്ച പാട്ടൊന്ന് പാടാമോ? ജസ്റ്റ് ലിപ്പ് അനക്കാതെ ഒന്ന് പാടാമോ? ഓക്കെ, കൈ റിലീസ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിൽ കേട്ടോ? കേട്ടില്ല, ആലോചിച്ച പോലെ തോന്നി. ആണോ? ഓക്കെ, ഏത് പാട്ടാണെന്നൊന്ന് പറയാമോ? പറഞ്ഞു പാടാമോ? കണ്ണാന്തുമ്പി പോരാ. ആ പാട്ടാണോ? എന്തുറ്റി? നിങ്ങൾ ഏത് പാട്ടാ? ശരിക്കും? അയ്യോ, ഞാനിത് സത്യം ശരിക്കും ഞാൻ എന്നിട്ട് പറഞ്ഞു അതില്. എടോ, ഇത് ഞാൻ റിയൽ ഇത് ആക്ച്വലി ട്രിക്സ്മാനിയ എന്ന് പറയുന്ന എൻ്റെ സ്റ്റേജ് ഷോ കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം ഇത് സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഇത് ക്യാമറയുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകളാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്ക് നേരിട്ട് ട്രിക്സ്മാനിയ എന്ന് പറയുന്ന എൻ്റെ ഷോ കാണാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം. ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അല്ല, ഞാൻ പറയട്ടെ, എന്നാലും ഞാൻ പാടിയ പാട്ട് എങ്ങനെ ആൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഓർക്കാൻ പറ്റി? അതാണല്ലോ ഈ കലയുടെ പ്രത്യേകത. അതാണ് ഈ കലയുടെ പ്രത്യേകത. ഞങ്ങൾ അതിലൊരു ടെലിപ്പതി ഉണ്ട്. പക്ഷെ എന്നാലും അയ്യോ, ഇത് ഭയങ്കര അത്ഭുതം. എനിക്ക് സത്യത്തിൽ ഇവിടെയൊക്കെ വേദനിക്കുന്നു. ലൈക്ക് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഇത് ഞാനൊരു കിറങ്ങിയ അവസ്ഥയിൽ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവതേ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് ഞാൻ ആ പാട്ട് വിചാരിച്ചത് നിങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. ആ പാട്ട് എങ്ങനെ ഇക്കൊക്കെ മനസ്സിലായി നമുക്ക് ചിന്തിക്കാം.
ആൾ എന്നീന്ന് മനസ്സിലാക്കിയിടും. പക്ഷെ ആ പാട്ട് എങ്ങനെ ഇവിടെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അയ്യോ കൺഫ്യൂസിംഗ് ആണ് കേട്ടോ, ഭയങ്കര കൺഫ്യൂസിംഗ്. നോട്ടീസ് എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യം ചെയ്ത സമയത്ത് അതെന്താന്നുള്ള ഒരു അവയർനെസ് കൂടെ നിങ്ങൾക്ക് തരാം. മീൻസ് നമ്മളിപ്പോൾ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഞാൻ നൽകുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, പല കാര്യങ്ങൾ സജഷൻസ് ഞാൻ പറയില്ലേ, അപ്പോൾ അതൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ബ്രെയിനിനെ. അത് അങ്ങനെ തന്നെയാണോ, ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. അതാണ് അതിന്റെ ട്രിക്ക്, അത്രേ ഉള്ളൂ. ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് അത്രേ ഉള്ളൂ. അതും അല്ലേ. പക്ഷേ ഇപ്പൊ പാട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് പറഞ്ഞത് മെന്റലിസം ആണ്. എന്തായാലും ഇതിലൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ അന്താളിച്ച് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇരിക്കാം, മാത്രമല്ല ഒന്ന് ഇരുന്ന് സ്റ്റേബിൾ ആവാം. എന്തൊക്കെയാണ് പുതിയ ചിത്രങ്ങള്, വിശേഷങ്ങള്, നമുക്കത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇനിയിപ്പം റിലീസിനുള്ളത് ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, തരുൺ മൂർത്തി ഡയറക്റ്റ് ചെയ്ത്, നമ്മുടെ ഇന്ദ്രിത്തട്ടനാണ് അതിൽ ലീഡ് ചെയ്യണത്. ആ ഒരു സിനിമയുണ്ട്. പിന്നെ ഉള്ളത് രണ്ടാം മുഖം എന്ന് പറഞ്ഞിട്ട് മണികണ്ഠൻ ചേട്ടൻ്റെ കൂടെ ഒരു മൂവി ചെയ്തു. പിന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്ബർ ട്രാവൽസ് ഇല്ലേ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയാണ്. പുതിയ ആളാണ് അതിൻ്റെ ഡയറക്ടർ, ടൈറ്റിൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്കളുടെ കൂടെ ഈ മെന്റലിസം ചെയ്ത ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മുടെ ട്രോൾ സൂപ്പർ സ്റ്റാർ ധ്യാൻ ചേട്ടൻ കൂടെ ഒരു 3D പടം ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടി നമ്മുടെ ഹോളിഡേന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു ഡിഷ് അവര് സെർവ് ചെയ്യാൻ പോവാണ്. സ്റ്റഫ് ചിക്കൻ ഭയങ്കര ക്രീമിയാണ് അല്ലേ. ഇതിന് എന്റെ പേരിട്ടാൽ കുഴപ്പമില്ല, മെറീന. അതെ, ഈസ്റ്റർ സ്പെഷ്യൽ മെറീന എന്നിട്ടാലും നല്ല ടേസ്റ്റ്. പുറത്ത് ഫുള്ള് ക്രിസ്പിയാണ് അല്ലേ, ചെറിയ രീതിയിൽ അല്ലേ ഉണ്ട്, ചെറിയ രീതിയിലാണ്. ചീസൊക്കെ പള്ളിയിലായിരുന്നു കുറെ കാലം ഞാൻ. ഐ മീൻ ഒരു +1 +2 മുഴുവൻ കൊയറിലുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് പള്ളിയില് കാലിത്തോഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ. ഹാപ്പി അല്ലേ രണ്ടുപേരും? പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈസ്റ്റർ വിഷസ്. കൗമുദി ചാനലിന്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ.